ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും അനാട്ടമി തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അതിനുമപ്പുറം ഗേൾസും ബോയ്സും തമ്മിൽ സൈക്കോളജിക്കലി ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ആൺകുട്ടികളുടെ 10 ഇൻട്രസ്റ്റിംഗ് സൈക്കോളജിക്കൽ ഫാക്ട്സിനെ കുറിച്ചാണ്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. ഫാക്ട് നമ്പർ 1. Men like to spend their money on experience rather than things. ആൺകുട്ടികൾ സാധനങ്ങളെക്കാൾ കൂടുതലായിട്ടും അനുഭവങ്ങളിൽ ക്യാഷ് ചെലവാക്കുന്നു. ബോയ്സ് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ക്യാഷ് ഉണ്ടാക്കുന്നു, എന്നാൽ അവരത് ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങിക്കാറില്ല എന്നതാണ് സത്യം. പകരം എക്സ്പീരിയൻസ് ആയിരിക്കും കൂടുതലായിട്ട് ബോയ്സ് വാങ്ങിക്കുന്നത്. ഉദാഹരണത്തിന് അവർ ആ ക്യാഷ് ഉപയോഗിച്ച് ട്രിപ്പ് പോകുന്നു, ഫുഡ് കഴിക്കുന്നു, സിനിമയ്ക്ക് പോകുന്നു എന്നിങ്ങനെ. കാരണം ബോയ്സ് എപ്പോഴും ചിന്തിക്കുന്നത് ഒരു സാധനം വാങ്ങി കുറച്ചു കാലം കഴിയുമ്പോൾ അതിനോട് നമുക്കുള്ള ഇഷ്ടം പോവുകയും ആ സാധനം മടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ ക്യാഷ് ഉപയോഗിച്ച് നല്ല എക്സ്പീരിയൻസ് സൃഷ്ടിക്കാൻ സാധിച്ചാൽ ആ എക്സ്പീരിയൻസ് എല്ലാം നല്ല മെമ്മറീസ് ആയിട്ട് ഇന്ന് നമ്മളുടെ മനസ്സിൽ നിലനിൽക്കുന്നു എന്നതാണ്. ഏതൊരാൾക്കും ഐഫോൺ വാങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന സന്തോഷം കുറച്ചു കാലം കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്നതാണ് സത്യം. എന്നാൽ നമ്മൾ പോയ യാത്രകളെക്കുറിച്ച് എത്ര കാലത്തിന് ശേഷം ഓർത്താലും അത് നമുക്ക് സന്തോഷം നൽകുന്നു. അതിനാലാണ് ബോയ്സ് എപ്പോഴും തിങ്സിനേക്കാൾ കൂടുതലായിട്ടും എക്സ്പീരിയൻസ് പ്രിഫർ ചെയ്യുന്നത്. തിങ്സിനേക്കാൾ സന്തോഷം എക്സ്പീരിയൻസ് നൽകാൻ സാധിക്കും എന്നത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അതിനാൽ എപ്പോഴും എക്സ്പീരിയൻസുകളിൽ കൂടുതലായിട്ട് ക്യാഷ് സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫാക്ട് നമ്പർ 2. ബോയ്സ് ഡോണ്ട് എൻജോയ് എക്സ്പ്രസിങ് ദെയർ ഫീലിങ്സ്. ബോയ്സ് അവരുടെ ഫീലിങ്സ് മറ്റുള്ളവരെ കാണിക്കാനായിട്ട് താല്പര്യപ്പെടില്ല. പണ്ട് മുതലേ നമ്മളുടെ സൊസൈറ്റി ഇമോഷൻസ് പുറത്ത് കാണിക്കുന്ന ബോയ്സിനെ ഒരു വീക്ക് പേഴ്സണാലിറ്റി ആയിട്ടാണ് കാണുന്നത്. ചെറുപ്പം മുതലേ തന്നെ എല്ലാ ആൺകുട്ടികളും കേട്ടുവരുന്ന ഒരു കാര്യമാണ് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നത് ആൺകുട്ടികൾക്ക് ഒട്ടും ചേരാത്ത ഒന്നാണ് എന്ന്. മാത്രമല്ല, ഇങ്ങനെ ചെയ്താൽ അവരുടെ ഒരു സ്ട്രോങ് സെൽഫ് ഇമേജ് നഷ്ടമാകും എന്നും. ഒരു പെൺകുട്ടി സങ്കടം പ്രകടിപ്പിക്കുകയോ കരയുകയോ പേടിയെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്താലൊക്കെ അവൾക്ക് ഒരുപാട് അറ്റൻഷൻ കിട്ടുകയും അവളെ കെയർ ചെയ്യാനും സമാധാനിപ്പിക്കാനും ഒരുപാട് പേര് ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ ഇവിടെ ഒരു ആൺകുട്ടിയാണെങ്കിൽ അവൻ നേരിടേണ്ടി വരുന്നത് ഒരുപാട് പരിഹാസങ്ങൾ മാത്രമാണ്. ആൺകുട്ടികൾ കരയില്ല, ആൺകുട്ടികൾ സങ്കടപ്പെടാൻ പാടില്ല എന്നിങ്ങനെയൊക്കെ കേട്ടു വളർന്നുകൊണ്ടാണ് ബോയ്സ് അവരുടെ ഫീലിങ്സ് മറ്റുള്ളവരെ കാണിക്കാനായിട്ട് ഇഷ്ടപ്പെടാത്തത്. ഫീലിങ്സ് മാത്രമല്ല, മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യത്തിലും ബോയ്സിന് വളരെയധികം റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഒരു പെൺകുട്ടിക്ക് ഡിപ്രഷൻ ഓർ ആൻസൈറ്റി വരാം എന്നും ആൺകുട്ടികൾക്ക് ഇതൊന്നും വരില്ല എന്നുമാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. ഒരു ബോയ് ഫീലിങ്സ് പുറത്ത് കാണിക്കുന്നില്ല എന്നതിനർത്ഥം അവന് ഫീലിങ്സ് ഇല്ല എന്നതല്ല. ഗേൾസിനെയും ബോയ്സിനെയും ഒരേപോലെ കാണാൻ പഠിക്കുക. നിങ്ങളുടെ മക്കളോടും അനിയന്മാരോടും ആൺകുട്ടികൾ സങ്കടപ്പെടില്ല, കരയാൻ പാടില്ല തുടങ്ങിയ രീതിയിൽ സംസാരിക്കാതിരിക്കുക. ഇനി നിങ്ങളെ വളരെയധികം ചിന്തിപ്പിക്കുന്ന ഒരു ബുക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. അതാണ് റോബിൻ ശർമ്മ എഴുതിയ ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ. ഇതിൻ്റെ ഓഡിയോ ബുക്ക് സമ്മറി ഞാൻ കേട്ടിരുന്നു ആൻഡ് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുകയും ചെയ്തു. അതിൻ്റെ ചെറിയൊരു സാമ്പിള് ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിച്ചു തരാം. ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള ചെറിയ സമയമാണ് ഈ ലോകത്ത് നമുക്ക് ആസ്വദിക്കാനായി ലഭിക്കുന്നത്. സോ ഞാൻ ഈ കേൾക്കുന്നത് കുക്കു FM ആപ്പിലൂടെയാണ്. ഒരുപാട് ഓഡിയോ ബുക്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആപ്പാണ് കുക്കു FM. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആൻഡ് ഫ്രീക്വൻ്റ് ആയിട്ട് പുതിയ ഓഡിയോ ബുക്സ് ലോഞ്ച് ചെയ്യാറുണ്ട്. ഇവരുടെ ഒരു വർഷത്തെ മെമ്പർഷിപ്പ് പ്ലാൻ എന്ന് പറയുന്നത് 399 രൂപയാണ്. പക്ഷേ നമ്മുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 199 രൂപ കൊടുത്താൽ മതി. അതായത് പകുതി പൈസ നിങ്ങൾ കൊടുത്താൽ മതി. സോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവരെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഫീഡ്ബാക്കും ഒക്കെ സബ്മിറ്റ് ചെയ്യാനായിട്ട് ഒരു ഫോമിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ കുക്കു FM, നിങ്ങളുടെ മനസ്സിന് ഇഷ്ടമുള്ളത് കേൾക്കൂ. ബാക്ക് ടു വീഡിയോ. ഫാക്ട് നമ്പർ 3. മോസ്റ്റ് ബോയ്സ് ആർ ക്ലോസർ ടു ദെയർ മദേഴ്സ് ദാൻ വിത്ത് ദെയർ ഫാദേഴ്സ്. കൂടുതൽ ബോയ്സിനും അവരുടെ അച്ഛനേക്കാൾ അടുപ്പം അമ്മയോടായിരിക്കും. എല്ലാ ബോയ്സും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവർക്ക് കാശോ മറ്റോ അച്ഛനോട് ചോദിക്കേണ്ടി വന്ന അവസരത്തിൽ അമ്മയെ കൊണ്ട് ചോദിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഇതിൽ നിന്ന് വ്യക്തമാണ് ബോയ്സിന് കൂടുതൽ ഇഷ്ടവും വിശ്വാസവും എല്ലാം അമ്മയോടാണ് എന്നത്. എന്നാൽ അച്ഛനോട് സ്നേഹമില്ല എന്നല്ല ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ബോയ്സിന് കുറച്ചുകൂടി ഫ്രീഡത്തോടെ ഇടപഴകാൻ സാധിക്കുന്നത് അമ്മയോടാണ് എന്ന് മാത്രം. ഇതിൻ്റെ കാരണങ്ങൾ പലതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ അമ്മമാരുടെ കമ്മ്യൂണിക്കേഷൻ. അവർ നമ്മളെയും നമ്മളുടെ ഫീലിങ്സിനെയും ഒരിക്കലും ജഡ്ജ് ചെയ്യില്ല. മാത്രമല്ല, അച്ഛനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അമ്മമാർ കൂടുതൽ സോഫ്റ്റ് ആയിട്ടായിരിക്കും സംസാരിക്കുകയും ഗുഡ് ലിസണിങ് സ്കില്ലുള്ളവരും ഒക്കെ ആയിരിക്കും. ജീവിതത്തിൽ ഏത് കാര്യമെടുത്താലും അമ്മമാരായിരിക്കും നമ്മളുടെ ആദ്യത്തെ ടീച്ചർ. അവരായിരിക്കും ബോയ്സിനെയും എല്ലാം പഠിപ്പിക്കുന്നത്. ഇതുകൊണ്ടെല്ലാം തന്നെയാണ് ബോയ്സ് കൂടുതലായിട്ടും അമ്മമാരെ ആശ്രയിക്കുന്നത്. ഫാക്ട് നമ്പർ 4. ബോയ്സ് ലൈക്ക് ടു വാച്ച് ദെയർ സ്പോർട്സ് ദാൻ സ്പെൻഡിങ് ടൈം വിത്ത് എ ഗേൾ.
ഒരു പെൺകുട്ടിയുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഒരു ബോയ് അവൻ്റെ ഫേവറേറ്റ് സ്പോർട്സ് കാണാനായിട്ട് ആഗ്രഹിക്കുന്നു. ബോയ്സ് കൂടുതലായും കോമ്പറ്റീറ്റീവ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അവർ എല്ലാ കാര്യങ്ങളും ഒരു മത്സര ബുദ്ധിയോടെ നോക്കി കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഗേൾസിനേക്കാൾ 2 ഇരട്ടി കൂടുതലായിട്ട് ബോയ്സ് സ്ഥിരമായിട്ട് സ്പോർട്സിൽ പങ്കെടുക്കുന്നു എന്നാണ് റിപ്പോർട്ട്സ് പറയുന്നത്. മാത്രമല്ല, സ്പോർട്സിൽ പങ്കെടുക്കാത്ത ബോയ്സ് ഉണ്ടെങ്കിലും മിക്കവാറും അവർ ഏതെങ്കിലും ഒരു സ്പോർട്സ് കാണാനായിട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ഒരു പെൺകുട്ടി തൻ്റെ ജീവിതത്തിൽ കൂടുതലായിട്ടും മേക്കപ്പിലും റൊമാൻറ്റിക് നോവൽസിലുമൊക്കെ സമയം ചെലവഴിക്കുമ്പോൾ ഒരു ബോയ് സ്പോർട്സിലും വീഡിയോ ഗെയിംസിലും ഒക്കെയാണ് കൂടുതലായിട്ട് സമയം ചെലവഴിക്കുന്നത്. ഇതെല്ലാം കൊണ്ട് തന്നെയാണ് ബോയ്സ് പെൺകുട്ടികളുമൊത്ത് സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ടൈം സ്പോർട്സിൽ സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതും. ഇന്ന് റോഡ് സൈഡിൽ കണ്ടുവരുന്ന ഫ്ലെക്സ് ബോർഡുകളും കട്ടൗട്ടുകളും കണ്ടാൽ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കേരളത്തിൽ ആൺകുട്ടികൾക്ക് സ്പോർട്സിലുള്ള താല്പര്യം. ഫാക്ട് നമ്പർ 5. മെനി ബോയ്സ് ഹാവ് ട്രബിൾ ആസ്കിങ് ഫോർ ഹെൽപ്പ്. കൂടുതൽ ബോയ്സും മറ്റുള്ളവരോട് ഹെൽപ്പ് ചോദിക്കാൻ മടിയുള്ളവരാണ്. കൂടുതൽ ബോയ്സിനും കണ്ടുവരുന്ന ഒരു വീക്ക്നെസ് ആണ് മറ്റുള്ളവരോട് എന്തെങ്കിലും ഹെൽപ്പ് ചോദിക്കാനുള്ള മടി. മിക്ക ബോയ്സിനും വഴി ചോദിക്കാൻ വരെ മടിയാണ്. ബോയ്സ് കൂടുതലായും അവരെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിവുള്ള ഒരു പെർഫെക്റ്റ് മാൻ ആയിട്ടാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊരാളോട് എന്തെങ്കിലും ഹെൽപ്പ് ചോദിക്കുന്നത് അവരുടെ ലാക്ക് ഓഫ് നോളജിനെ എടുത്തു കാണിക്കുന്നു എന്നും അവരൊരു വീക്ക് പേഴ്സണാലിറ്റിയാണ് എന്ന് മറ്റുള്ളവർ ജഡ്ജ് ചെയ്യപ്പെടുമോ എന്നും അവർ ഭയപ്പെടുന്നു. മാത്രമല്ല, മിക്ക ബോയ്സും തോൽവി സമ്മതിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ്. അതിനാൽ അവർ മറ്റൊരാളുടെ ഹെൽപ്പ് ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വന്തമായിട്ട് എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നു. എന്നാൽ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ബോയ്സിനെ വളരെയധികം മെൻ്റലി എക്സ്ഹോസ്റ്റ് ആക്കുന്നതാണ്. ഫാക്ട് നമ്പർ 6. ലവ് മേ ഹെൽപ്പ് ബോയ്സ് ടു ക്വിറ്റ് ബാഡ് ഹാബിറ്റ്സ്. പ്രണയം ബോയ്സിനെ ദുശ്ശീലങ്ങൾ നിർത്താനായിട്ട് സഹായിക്കുന്നു. ബോയ്സ് പുതിയൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാൽ അവർക്ക് ബാഡ് ഹാബിറ്റ്സ് എല്ലാം പെട്ടെന്ന് തന്നെ നിർത്താൻ കഴിയുന്നു. അവർ ആ റിലേഷൻഷിപ്പിനെ കൂടുതൽ സീരിയസ് ആയിട്ട് കാണുന്നു എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. തൻ്റെ ബാഡ് ഹാബിറ്റ്സ് കാരണം കൊണ്ട് തൻ്റെ പാർട്ട്ണർ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പിന്മാറുമോ, അല്ലെങ്കിൽ ഈ ബാഡ് ഹാബിറ്റ് മൂലം തൻ്റെ പാർട്ട്ണർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന ഭയമാണ് ഇവരെ കൊണ്ട് ബാഡ് ഹാബിറ്റ് നിർത്തിക്കുന്നത്. കൂടാതെ തൻ്റെ പാർട്ട്നേഴ്സിൻ്റെ നല്ല ശീലങ്ങളും ബോയ്സിനെ അവരുടെ ബാഡ് ഹാബിറ്റ്സ് നിർത്താനായിട്ട് പ്രചോദനമാവുകയും ചെയ്യുന്നു. ഫാക്ട് നമ്പർ 7. ബോയ്സ് ഫൈറ്റ് മോർ ദാൻ ഗേൾസ്. ബോയ്സ് ഗേൾസിനേക്കാൾ കൂടുതൽ തല്ലുകൂടുന്നവരാണ്. വൈ ജെൻഡർ മാറ്റേഴ്സ് എന്ന പുസ്തകത്തിൻ്റെ ഓതർ ലെനാർഡ് സാക്സ് സ്കൂൾ കുട്ടികൾ നടത്തിയ ഗവേഷണത്തിൽ ബോയ്സ് ഗേൾസിനേക്കാൾ 20 ടൈംസ് കൂടുതൽ തല്ലുകൂടുന്നുണ്ട് എന്ന് കണ്ടെത്തി. എന്നാൽ തല്ലുകളും തർക്കങ്ങളും ചെന്ന് അവസാനിക്കുന്നത് ഒരിക്കലും ഒരു മോശം അവസ്ഥയിലായിരുന്നില്ല. കാരണം എല്ലാ ഫൈറ്റ്സിനും അവസാനം ബോയ്സ് കൂടുതൽ നല്ല സുഹൃത്തുക്കളായി മാറി എന്നാണ് കണ്ടെത്താനായത്. മാത്രമല്ല, ചെറിയ പ്രായത്തിൽ തല്ലുകൂടിയ ആൺകുട്ടികൾ വളർന്നു കഴിഞ്ഞപ്പോൾ തർക്കങ്ങളെല്ലാം ശാരീരികമായിട്ട് സോൾവ് ചെയ്യുന്നതിന് പകരം വാക്കുകൾ കൊണ്ട് സോൾവ് ചെയ്യാൻ പഠിച്ചു. ഫാക്ട് നമ്പർ 8. ബോയ്സ് ലേൺ ഫോർ എ റീസൺ. കാരണങ്ങളുണ്ടെങ്കിൽ ബോയ്സ് കൂടുതൽ പഠിക്കുന്നു. ബോയ്സിന് എപ്പോഴും പഠിക്കണമെങ്കിൽ കാരണങ്ങൾ വേണം. കൂടുതൽ ബോയ്സും പരീക്ഷയ്ക്ക് പഠിക്കുന്നുണ്ടെങ്കിൽ അത് പരീക്ഷ അടുക്കാറാവുമ്പോഴായിരിക്കും. എന്തെങ്കിലും ഒരു കാര്യം ഓഫർ ചെയ്യുക വഴി ബോയ്സ് കൂടുതൽ പഠിക്കാനായിട്ട് തയ്യാറാവുന്നു. ഉദാഹരണത്തിന്, ഈ ചാപ്റ്റർ ഫുള്ള് പഠിച്ചാൽ നിന്നെ കളിക്കാൻ വിടാം എന്ന് പറഞ്ഞാൽ കളിക്കാൻ പോകാം എന്ന കാരണത്താൽ അവർ പഠിക്കാനായിട്ട് തയ്യാറാവുന്നു. ഫാക്ട് നമ്പർ 9. ബോയ്സ് ആർ മോർ ലൈക്ലി ടു ബി എക്സ്പീരിയൻസ് ലേണേഴ്സ്. ആൺകുട്ടികൾ കൂടുതൽ കാര്യങ്ങളും അവരുടെ അനുഭവത്തിൽ നിന്ന് പഠിക്കുന്നു. കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പഠിക്കുന്നതിനേക്കാൾ കൂടുതലും ബോയ്സ് അവരുടെ അനുഭവങ്ങളിൽ നിന്നായിരിക്കും പഠിക്കുന്നത്. അതുകൊണ്ടാണ് ബോയ്സിനെ പാരൻറ്റിങ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. ബോയ്സിൻ്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് അവർക്ക് ലൈഫ് കൂടുതൽ ഈസി ആക്കാനും ബെറ്റർ ഡിസിഷൻസ് എടുക്കാനും സഹായിക്കുന്നു. ആൻഡ് ഫാക്ട് നമ്പർ 10. ബോയ്സ് ആർ മോർ ലോജിക്കൽസ്. ബോയ്സ് കൂടുതലായിട്ടും യുക്തിപരമായിട്ട് പെരുമാറുന്നവരാണ്. ഗേൾസ് കൂടുതലും ഇമോഷണലി കാര്യങ്ങളെ നോക്കിക്കാണുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുമ്പോൾ ബോയ്സ് എപ്പോഴും ലോജിക്കലി ആയിരിക്കും കാര്യങ്ങളെ സമീപിക്കുക. ബോയ്സ് കാര്യങ്ങളെ ഒബ്സർവ് ചെയ്യുകയും അനലൈസ് ചെയ്യുകയും ചെയ്ത ശേഷം ഒരു കൺക്ലൂഷനിൽ എത്തുന്നു. മാത്രമല്ല, അവർ എപ്പോഴും സൊല്യൂഷൻസ് ഡയറക്റ്റായിട്ട് ലോജിക്കലി പറയുന്നു. അത് മറ്റൊരാൾക്ക് സങ്കടം വരുമെങ്കിൽ പോലും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അപ്പോൾ ഇതൊക്കെയാണ് ബോയ്സിനെ കുറിച്ചുള്ള കുറച്ച് സൈക്കോളജിക്കൽ ഫാക്ട്സ് എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഹാവ് എ നൈസ് ഡേ.